फोटो रामदेन सत्यचित्तमनोरजय गंगाधीता सावित्री शाश्वती शक्ति सावित्री सुषमा शोभा Kashmir to Kanyakumari Padayatra. Today we reached Surya Kumar's house at Vallanikara, Trishur. So this is Surya Kumarji's house. Today we are staying here only. Mataji and here there are all neighbors who loves cow and our dharma. These all people came here to welcome us here. Ellarku dhanyavad. Thank you ji, thank you. Everyone will save cow and save it. This is the program for total 182 days. Kashmir to Kanyakumari. I am very much happy you people are supporting us, and our Panchagavya Sadanand ji also here. Tomorrow also there is a program in Kurakkara. So in Kerala also we are doing such a awareness programs in Kerala state. Jai Go Mata, Bharat Mata ki Jai, Bharat Mata ki Jai, Go Mata ki Jai, Bharat Mata ki Jai, Sanatana Hindu Dharma ki Jai, Jai Go Mata, Jai Go Mata. കാശ്മീരിൽ നിന്ന് ഇത്രയും ദൂരം സഞ്ചരിച്ച് ഭൂമിയെയും നമ്മുടെ സനാതനധർമ്മത്തെയും സംരക്ഷിക്കാൻ നമ്മുടെ ബാലകൃഷ്ണസ്വാമിയുടെ നേതൃത്വത്തിൽ വന്ന 5 അംഗ സംഘമാണ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. 5000 കിലോമീറ്ററോളം യാത്ര ചെയ്താണ് അവർ കന്യാകുമാരിക്ക് എത്തുന്നത്. അത് ഈയൊരു സദുദ്ദേശം മാത്രമാണ് അവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് അവർ നല്ല രീതിയിൽ നടന്നെടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം. Which have hump. വീട്ടിലുണ്ടായിരുന്നു. ഇത് കൃഷ്ണ, പിന്നെ താർപ്പാർക്കർ പുങ്ങന്നൂർ പറഞ്ഞ കിട്ടുന്നുണ്ട്. ഇത് പുങ്ങനൂർ. ദിസ് ഈസ് ഫ്രം ആന്ധ്രാപ്രദേശ്. ഇങ്ങനത്തെ ഒന്നും കിട്ടാൻ മറന്നു. To reach Kanyakumari. 27th March there is a meeting in Vivekananda Auditorium. കന്യാകുമാരി. Annamalai ji and All India Goseva Pramukh Ajit Mahapatra ji. These are all coming to that meeting, last day meeting, Samarpana program. प्रचारक के तमिलनाडु के. तो मैंने सुरेश गोपी जी को भी बुलाना चाह रहा हूँ. तो आई नीड हिज फोन नंबर. किसको बस number is important person. He is also will be the guest of honor. So सुरेश गोपी का ऑफिस स्टाफ oh great.
സെക്രട്ടറി കൊടുത്താൽ अभी अन्नामलाई जी से हुआ कल परसों 2 घंटा उनसे सदगुरु जी साध्वी रितंबरा माँ सभी जगह से ये सब पैदल आते वक्त सबको मिलकर रिक्वेस्ट करें गाय को बचाए तो पृथ्वी बचता जमीन बचता we can save our health so this is बहुत important so we have to save without cow there is no our Sanatana Dharma. We have to save this indigenous desi cow. बहुत इम्पोर्टेंट है पूरा देश भर में आप उसको भेजा दो आपका नंबर दे दो मैं पूरा डिटेल्स कोणागरे कोई नंबर दो मैं आपको कोणागरे कोई नहीं क्या पढ़ रहे माँ what you are studying I was studying an accounting course. here only For sure. Thrissur only thank you miss go inside ऐसा झुकना भी नहीं है 25,000 पता ना एक 15 दिन हॉस्पिटल बहुत मेजर है പരിസ്ഥിതിയെയും സംരക്ഷിക്കൂ എന്ന മുദ്രാവാക്യം ഉണർത്തിക്കൊണ്ട് ഗോസംരക്ഷണം ജീവിതവ്രതമാക്കിയ സന്യാസിവര്യന്മാർക്ക് നമസ്കാരം. വളരെ വലിയൊരു ത്യാഗപൂർണമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണ് നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുക, ഭൂമാതാവിനെ സംരക്ഷിക്കുക, അതുപോലെ തന്നെ ഗോമാതാവിനെ സംരക്ഷിക്കുക എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിലൂടെ ഇന്ന് ഈ യാത്ര തുടരുന്ന സ്വാമിജിമാർക്ക് എല്ലാവിധ യാത്രാമംഗളങ്ങളും ആദ്യമായിട്ട് ആശംസിക്കുകയാണ്. ഇത്രയും വലിയൊരു കാഴ്ചപ്പാടോടുകൂടി ഈ സമൂഹത്തിനെ നന്മയിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന ഈ സ്വാമിജിമാർ അവർ വലിയൊരു പുണ്യ ജന്മങ്ങൾ തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. പശുക്കളെ നമ്മൾ ഗോമാതാവ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ വീടുകളിൽ ഏറ്റവും കൂടുതൽ ഒരു സ്ഥാനം അല്ലെങ്കിൽ നമ്മുടെ പൂർവികരായിട്ട് തന്നെ സനാതന ധർമ്മത്തിൽ പശുക്കൾക്ക് നൽകിയിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ ഈ വർത്തമാന കാലഘട്ടത്തിൽ നമ്മുടെ വീടുകളിലൊക്കെ തന്നെ പശുക്കൾ ഇന്ന് അന്യം നിന്ന് പോയ ഒരു ജീവിയായി മാറി. ഈ സാഹചര്യത്തിലാണ് ഈ യാത്ര എന്നതും കൂടി വളരെ ശ്രദ്ധേയമാണ്. അപ്പൊ അത്തരത്തില് ഉള്ള ഈ യാത്രയിലൂടെ നമ്മുടെ നാട് മുഴുവൻ ഗോക്കളാൽ സമ്പന്നമാവട്ടെ. അതിനുവേണ്ടി എല്ലാവിധ ആശംസകളും നേരുകയാണ്. മക്കളെ സംരക്ഷിക്കൂ, ഭൂമിയെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കൂ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഗോരക്ഷ മഹാപദയാത്ര നടത്തിക്കൊണ്ടുവരുന്ന കാശ്മീർ മുതൽ കന്യാകുമാരി വരെയാണ് ഈ പദയാത്ര നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് നേതൃത്വം നൽകുന്ന ബാലകൃഷ്ണ ഗുരുസ്വാമി, അതുപോലെ തന്നെ അദ്ദേഹത്തോടെ കൂടെ വന്നിട്ടുള്ള മറ്റെല്ലാ സ്വാമിമാർക്കും ആദ്യം തന്നെ അഭിനന്ദനങ്ങളും അതുപോലെ ആശംസകളും അറിയിപ്പിക്കുകയാണ്.
ഇന്ന് നമ്മുടെ നാട്ടിൽ ഈ വർത്തമാന കാലഘട്ടത്തിൽ ഗോക്കളെ, പശുക്കളെ സംരക്ഷിക്കുന്ന ഒരു നമ്മുടെ മുമ്പത്തെ പാരമ്പര്യം ഇന്ന് വളരെയധികം കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണെന്നുള്ളത്. പണ്ട് കാലത്ത് പറഞ്ഞ പോലെ നമ്മുടെ ഗോമാതാക്കളായാണ് പശുക്കളെ നമ്മളെല്ലാവരും കണ്ടുവരേണ്ടത് എന്ന് നമ്മളെ പഠിപ്പിച്ചും അത് നമ്മുടെ വീടുകളിൽ സംരക്ഷിച്ചു പോന്നിരുന്നു. പശുക്കളിൽ നിന്ന് കിട്ടുന്ന പാല് വീടുകളിൽ ഉപയോഗിച്ചും അതിൽ നിന്ന് വരുമാന മാർഗങ്ങൾ കണ്ടെത്തിയിരുന്നു. അതിൻ്റെ ചാണകം, മൂത്രം എന്നിവ വളമായും കൃഷിക്ക് ഉപയോഗിച്ചു വന്നിരുന്നു. ഇന്ന് ഈ പറയുന്ന കൃഷി തന്നെ ഈ നാട്ടിൽ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ കേരളത്തിലൂടെ കടന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ ഇവിടെയുള്ള എല്ലാ ഇതുപോലെയുള്ള ഓരോ സ്ഥലങ്ങളിലും ഇവർ എത്തുകയും ഈ ഗോക്കളെ സംരക്ഷിക്കുന്ന, പ്രകൃതിയെ സംരക്ഷിക്കുന്ന ആശയം കേരളത്തിലെ തന്നെ എല്ലാ മറ്റ് ജില്ലകളിലും അതേപോലെ തന്നെ പ്രാന്തപ്രദേശങ്ങളിലും എത്തിച്ചുകൊണ്ട് നമ്മുടെ പാരമ്പര്യത്തെ തിരികെ കൊണ്ടുവന്ന് നമ്മുടെ സംസ്കാരം ഉയർത്തി പുതിയ തലമുറയിലേക്കും കൂടി അതിനെ പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി എല്ലാവിധ ആശംസകളും നേരുന്നു. അത് ഇനി നമ്മുടെ ആവശ്യമാണ്, ഇന്നത്തെ തലമുറയുടെ തന്നെ ആവശ്യമായി കണ്ടുകൊണ്ട് എല്ലാവരും ഇതിനു വേണ്ട ഒരു യജ്ഞം തന്നെ തുടരേണ്ടതാണെന്നും കൂടിയാണ് എനിക്ക് ഈ സാഹചര്യത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. നമസ്തേ.